പീരീഡ് ഉണ്ടല്ലോ, അത് കുറച്ച് ലോങ് ആയി പോയാൽ അത് വീണ്ടും നമ്മുടെ കരിയറിനെ ടൈം പീരീഡ് ലോങ് ആയി പോയാൽ നമ്മൾ ഈ ഫീൽഡിൽ നിന്നേ ഔട്ട് ആവും. എന്നുവെച്ചാൽ ഇപ്പൊ അങ്ങനെയാണ്, കുട്ടികൾ എല്ലാവരും കലാകാരികളാണ്. ഇപ്പൊ പാടുന്നവർ അത് എന്ത് നന്നായിട്ട് പാടുന്ന കുട്ടികൾ, അപ്പൊ നമ്മളൊന്ന് ബാക്ക് ഔട്ട് ചെയ്താൽ നമ്മൾ ഔട്ട് ആവും. അപ്പൊ അങ്ങനെ ആ ഒരു അത്ര വലിയൊരു ലോങ് പീരീഡ് കോംപ്രമൈസിങ് നമ്മൾ എടുക്കരുത്, വളരെ കുറച്ച് ടൈമേ എടുക്കാവൂ. ശരിക്കുമുള്ള ഒരു യഥാർത്ഥ കലാകാരനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അയാളെ റെസ്ട്രിക്ട് ചെയ്യാൻ ആർക്കും കഴിയത്തുമില്ല. ഒരാളെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ പരമാവധി അയാളെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പുഷ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്. അയാളെ വഴിയിൽ തടസ്സങ്ങൾ നീക്കി കൊടുക്കാൻ സഹായിക്കാം എന്നുള്ള, അയാളെ പുഷ് ചെയ്യുക എന്ന രീതിയിൽ അയാൾക്ക് ഒരു സപ്പോർട്ടിന്റെ ആവശ്യമില്ല. അത് അയാൾക്ക് കൂടുതൽ ദോഷമായി തീരത്തുള്ളൂ. അതേപോലെ തന്നെ റെസ്ട്രിക്ട് ചെയ്യാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് കഴിയില്ല എന്ന് വെച്ചാൽ, ഇപ്പോഴേ ഒരാളിനെ, ഒരു ശരിക്കുള്ള കലാകാരന് അയാളുടെ കല അയാളുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ആവിഷ്കരിക്കും വരെ ഒരു വീർപ്പുമുട്ടിലാന്നാണ് പറയുന്നത്. ആ വീർപ്പുമുട്ടിൽ നിന്ന് അയാൾ മോചിതനാണ്. അയാൾ സ്വയം ആ അതിന്റെ ആവിഷ്കാരം ഉണ്ടാക്കിയിരിക്കും. അതിനൊരാളിനെ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഒരാളിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ഈ പറയുന്ന പ്രോത്സാഹനം എന്ന് പറഞ്ഞു, ഈ വലിയ മ്യൂസീഷ്യൻ ബിധോവൻ, പുള്ളിക്കാരൻ ഏതെങ്കിലും മ്യൂസിക് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. വൈക്കം മുഹമ്മദ് ബഷീർ, അയാൾ ആരും സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമല്ല. അങ്ങനെയുള്ള മഹത്തായിട്ടുള്ള കലാകാരന്മാരും യഥാർത്ഥ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യവുമില്ല, അവർക്ക് ഈ പറയുന്ന പ്രോത്സാഹനത്തിന്റെ ആവശ്യവുമില്ല. പക്ഷെ സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വേദി ഒരുക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊരു പുഷിക്കുന്ന രീതിയിലാവാൻ പാടില്ല. ഇപ്പൊ എല്ലാം ഒരു പുഷ് ചെയ്തിട്ടുള്ള സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അവരുടെ വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കുക എന്നുള്ള ഒരു പുഷിംഗ് മെന്റാലിറ്റിയിലാണ് ഇപ്പോഴും സപ്പോർട്ടിംഗ് ഉള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഈ വളർന്നു വരുന്ന പ്രതിഭകൾ ഇപ്പൊ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? കലാപരമായി താല്പര്യമുള്ള കുട്ടികൾ ഒരു പക്ഷേ പഠിത്തത്തിൽ ചിലപ്പോൾ പിന്നാക്കം